ഒരു വശത്ത് ദുരനുഭവങ്ങൾ നേരിട്ട സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാനായി നിലകൊള്ളുന്ന ഒരു സർക്കാർ, മറുവശത്ത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ മറ്റൊരു സർക്കാർ. മലയാള സിനിമാ മേഖലയിൽ ദുരനുഭവങ്ങൾ നേരിട്ട സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ നിലകൊള്ളുമ്പോൾ ലൈംഗികാതിക്രമ സംഭവങ്ങളിലും പരാതികളിലും ബിജെപിയും കേന്ദ്ര സർക്കാരും സ്വീകരിച്ച സമീപനവും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ബിജെപി എം പിയായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ വനിതാ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ലൈംഗികാതിക്രമ പരാതികൾ, ബനാറസ് ഹിന്ദു സർവകലാശാല IIT വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം, ഹരിയാനയിൽ മന്ത്രി സന്ദീപ് സിംഗ് ഉൾപ്പെട്ട കേസ് എന്നിവയിലെല്ലാം പ്രതികളെ രക്ഷിക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ ഒരു മറയുമില്ലാതെ ശ്രമിച്ചത്. ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ പോക്സോ ചുമത്തുന്നത് ആസൂത്രിതമായി അട്ടിമറിച്ചു. പരാതിക്കാരെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തി. കായിക താരങ്ങൾക്ക് നീതിക്കായി തെരുവിലിറങ്ങേണ്ടി വന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ബ്രിജ്ഭൂഷണിനെതിരെ കേസെടുത്തത്. ഇതിനിടെ ഗുസ്തി താരങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പരാതി പിൻവലിക്കപ്പെട്ടു. ഇതിലൂടെ പോക്സോ കേസും റിമാൻഡും ഒഴിവാക്കാൻ ബ്രിജ്ഭൂഷണിന് കഴിഞ്ഞു. പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിയവർക്ക് തടയിടാനായിരുന്നു കേന്ദ്രം ശ്രമിച്ചത്. ബ്രിജ്ഭൂഷണിന്റെ വിശ്വസ്തരെ ഗുസ്തി ഫെഡറേഷൻ തലപ്പത്ത് നിലനിർത്താനും കായിക മന്ത്രാലയം ശ്രമിച്ചു. മണിപ്പൂർ കലാപത്തിനിടെ 3 സ്ത്രീകളെ നഗ്നരാക്കി നടത്തുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടും പ്രധാനമന്ത്രി ഇതേപ്പറ്റി പ്രതികരിച്ചത് 78 ദിവസത്തിനു ശേഷമാണ്. അതാണെങ്കിലോ ദുർബല പ്രതികരണവുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ WCC അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പരാതികളും ശുപാർശകളും കേട്ടതിനു ശേഷം കേരള സർക്കാർ എടുത്ത നിലപാടുകളും നടപടികളും വിപ്ലവകരമാവുന്നത്. രാജ്യത്താദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടപടികളിലേക്ക് കടക്കുന്നു. കുറ്റവാളികൾ എത്ര ഉന്നതരായാലും കുടുങ്ങുമെന്ന് ഉറപ്പു നൽകി സർക്കാർ അതിജീവിതരെ ചേർത്തു നിർത്തുന്നു. താരരാജാക്കന്മാർക്കടക്കം പദവികളിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നതുമെല്ലാം ഇവിടെ കേരളത്തിൽ സ്ത്രീപക്ഷ സർക്കാർ നിലകൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെയാണ്.